വാപ്പാ, ഞങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. എന്ത് ബിസിനസ്? ചെറിയ കോഴി ബിസിനസ് ആണ് ഞങ്ങളുടെ മനസ്സിൽ. ആ പറ വാപ്പാ, അല്ല, ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്തായിരിക്കുംല്ലേ? 2 ദിവസം മുമ്പല്ലേടാ വേറൊരു ഐഡിയ ആയിട്ട് നീ വന്നത്? സൗണ്ട് ഇല്ലാത്ത കോളിംഗ് ബെല്ല് നല്ലല്ലേ? സൗണ്ടിൽ പിന്നെ എന്തിനാടാ കോണിമ്പല്ലേ? നിന്റെ അപ്പൂപ്പന് ഞെക്കി കളിക്കാനാ? നിങ്ങളുടെ ആ 3-ാം നിലയിലത്തെ ബൈക്ക് വർക്ക്ഷോപ്പ് എന്തായി? ഇവിടെ അധികം ആള് വരാത്ത കാരണം ഞങ്ങൾ ഒരു പെട്രോൾ പമ്പ് ആക്കിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പ് ആകുമ്പോ പിന്നെ ആൾക്കാര് ലിഫ്റ്റിൽ വന്നാലും പെട്രോൾ അടിച്ച് പൊക്കോളും. 3-ാം നിലയിലെ വർക്ക്ഷോപ്പ്, പഴം തൊലിക്കണ മെഷീൻ. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം ഞങ്ങളുടെ ഐഡിയ ആണ് ബഡ് ചെയ്ത കോഴി. ഈ ബഡ് ചെയ്ത ചെടിയിലൊക്കെ 3 വേറെ വേറെ പൂക്കൾ ഉണ്ടാവില്ലേ, അതുപോലെ 3 വേറെ വേറെ മുട്ടകൾ ഇടി കോഴി. രാവിലെ ഗിരിരാജ്, ഉച്ചയ്ക്ക് കുളക്കോഴി, വൈകിട്ട് കാടക്കോഴി. അങ്ങനെ ദിവസത്തിൽ 3 മുട്ട ഇടുന്ന 30 കോഴിയെ ഒരു ദിവസം വളർത്തി കഴിഞ്ഞാൽ ഒരു ദിവസം 90 മുട്ട. ഇതിനൊക്കെ നമ്മൾ വിജയിച്ചെടുക്കും. അങ്ങനെ ഒരു കോഴിക്ക് 100 രൂപയാണെങ്കിൽ ഒരു നില മൊത്തം കോഴിക്ക് എത്ര രൂപ കിട്ടും? അതൊരുപാട് കിട്ടും. അപ്പൊ അതൊരു 2 നില മൊത്തം കോഴിയാണെങ്കിലോ? ഈ 2 നില എന്നൊക്കെ പറയുമ്പോ അത് എവിടെ നിന്ന് ഒപ്പിക്കാനാ? അല്ല, ഇവര് രണ്ടുപേരും ലിവിങ് ടുഗദർ ആണല്ലോ. പിന്നെ ഇപ്പൊ 2 നില എന്ന് പറയുമ്പോ ഇതൊരു 2 നില. ഇറങ്ങട വീട്ടിന്ന്. അന്തേ തമ്മില് ചാടി നടക്കണ്ട. ഞാനും പണിയോടോ ഒരു 3 നിലയുടെ 2 നില വീട്. ഇനി നമുക്ക് 3 പേർക്കും ലിവിങ് ടുഗദർ ആവാം.